ഈ യാത്രാവിവരണങ്ങളിലൊക്കെ താങ്കൾ ഈ കടന്നു പോകുന്ന വഴിയിലുള്ള കൃഷിയിടങ്ങൾ, ഫലമൂലാദികൾ, സസ്യം, ഔഷധ സസ്യങ്ങൾ, പക്ഷിമൃഗാദികൾ ഇവയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മനസ്സ് കാണാൻ കഴിയും. ഇത് എങ്ങനെയോ എന്റെ ഉള്ളില് ഞാൻ ഒരു മേ ബി കാരണം ഈ വേദപുരാണങ്ങളൊക്കെ പഠിച്ച കാരണമാകാം എന്ന് തോന്നുന്നു. ഈ ലോകത്തിന്റെ സത്ത ഒന്നാണ്. അതിൽ കാണുന്ന ഭിന്ന രൂപങ്ങളാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നതെല്ലാം. മനുഷ്യരായാലും മറ്റ് ജീവികളായാലും സസ്യ ലതാദികളായാലും ഈവൻ സമുദ്രം, പർവ്വതങ്ങള്, കൊച്ചു തൃണങ്ങൾ തൊട്ട് അങ്ങനെയുള്ള എല്ലാം നമ്മള് ഈശ്വര സൃഷ്ടിയാണ് എന്ന രൂപേണ നമിക്കണമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിം ശ്രീസത്വാനി ദിശോദ്രുമാദീൻ സരിൽ സമുദ്രാംശ്ച ഹരശരീരം യത്കിഞ്ചഭൂതം പ്രണമേദനന്യ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഉള്ളില് ഇത് കിടക്കുന്ന ഒരു വിത്ത് കിടക്കുന്ന കാരണമാവാം ഈ പർവ്വതങ്ങളായാലും അങ്ങനെയുള്ള എല്ലാം എന്തായാലും അതിനെ നമിച്ച് ഗ്രാമീണരായാലും അവിടുത്തെ അവരുടെ മൃഗങ്ങളായാലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്ന വെച്ചാൽ ഒരു തടസ്സങ്ങളും ഇന്നേ വരെ ഒരു ഹിമാലയ യാത്രയിൽ എനിക്കുണ്ടായിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഒരു ഹിമാലയ യാത്ര പ്ലാൻ ചെയ്ത് അതിന് ഒരുപാട് കടമ്പകളുണ്ട് പലർക്കും. ഒരു ചതുർധാമത്തിലേക്ക് ഒരു പ്രാവശ്യം ഒരു ട്രിപ്പ് പോയി വരിക എന്ന് പറഞ്ഞാൽ ബസ്സിലിരുന്ന് പോയി വരാൻ എളുപ്പമാണ്. പക്ഷേ നടന്ന് കാണുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത് അത് വിജയമാക്കി വരണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ യോജിച്ച് വരണം. അതിന് പറ്റിയ ഗൈഡുകൾ വേണം, അതിന് പറ്റിയ കൂലിക്കാര്, അതിന് പറ്റിയ പാചകക്കാര്, ഈ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഇത് ഒരുപാട് ഘടകങ്ങൾ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തടസ്സമില്ലാണ്ടിരിക്കുക. ഈ ഇപ്പൊ ബദ്രിനാഥിലേക്കും കേദാർനാഥിലേക്കും ഗംഗോത്രിലേക്കും നിരവധി തവണ ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്താൽ തന്നെ ഹിമാലയത്തിന്റെ മൊത്തം ഞാൻ യാത്ര ഈ മണിമഹേഷ് വരെ കഴിച്ചു നോക്കുമ്പോൾ 39 ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര പോയിട്ടുണ്ട്. അപ്പൊ ഈ ബദ്രിനാഥും കേദാർനാഥും ഒറ്റ യാത്രയായിട്ടേ കണക്കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ 39 ഡെസ്റ്റിനേഷൻ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അത് കിഴക്കൻ ഹിമാലയത്തിലെ സിക്കിം ഭാഗം, പിന്നെ ഇവിടെ ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിന്റെ ഗഡ്വാൾ ഹിമാലയം, കുമയോൺ ഹിമാലയം, പിന്നെ ആദി കൈലാസ ഭാഗം, ഇപ്പൊ ഹിമാചൽ പ്രദേശത്തിൽ പോയ ഈ ഒന്നിച്ചില്ലാനും മാസം വരുന്ന ഈ യാത്രകൾ മണിമഹേഷ് അടക്കമുള്ളത് ഇതൊക്കെ ഇതില് പെടുന്നു. ഈ കൈലാസം ആദി കൈലാസം എന്ന് പറയുന്നത് പോലെ മണിമഹേഷിൽ നമ്മൾ പ്രാപ്തിസ്ഥാനം എന്താണ്? മണിമഹേഷിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ കിന്നർ കൈലാസം നിന്ന് ഇങ്ങോട്ട് വരാം. ശരിക്കും അതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാനുള്ള എന്താ വെച്ചാൽ കിന്നർമാരുടെ നാട്ടില് കിന്നർമാരുടെ അവിടെ നിന്ന് കാണുന്നത് കിന്നർ കൈലാസത്തിന്റെ പിൻഭാഗമാണ്. ഇതും പർവ്വത ശൃംഗങ്ങൾ തന്നെയാണോ? പർവ്വത ശൃംഗം തന്നെ, കൈലാസ പർവ്വതമാതിരി തന്നെ. എല്ലാ കൈലാസങ്ങളും പർവ്വത ശൃംഗങ്ങളാണ്. ഇവിടെയൊക്കെ മാറി മാറി ഓരോ കാലഘട്ടങ്ങളിൽ പരമശിവനും ദേവിയും ആസ്ഥാനങ്ങളാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ബേസ്. അപ്പൊ കിന്നർ കൈലാസത്തിൽ നമ്മൾ എന്നിട്ട് അതിന്റെ ബാക്ക് ഭാഗം കാണുന്നു. ഇതിന്റെ മുൻഭാഗത്തേക്ക് വരണമെങ്കിൽ നമ്മൾ അഗെയിൻ 110 കിലോമീറ്റർ യാത്ര ചെയ്ത് കൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരണം. അതും പരിക്രമമാണോ? അത് പരിക്രമമല്ല, അത് വാഹനമാണ്. കിന്നർ കൈലാസത്തിലേക്ക് വാഹനയാത്ര മാത്രമേ ഉള്ളൂ, നടത്തല്ല. കൽപ്പയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ് ശരിക്കും കൽപ്പ. കൽപ്പയിൽ വന്നിട്ട് ഇതിന്റെ മുൻഭാഗം കാണുമ്പോൾ ഒരു വലിയൊരു സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ അനുഭൂതി എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മള് ചമ്പ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ്. ഹിമാചൽ പ്രദേശിലെ 12 ജില്ലകളിൽ പെട്ട കിന്നർ ജില്ലയിലാണ് കിന്നർ കൈലാസം. മണിമഹേഷ് കൈലാസം നിൽക്കുന്നത് ചമ്പ ജില്ലയിലാണ്. അത് റാവി നദിയുടെ തീരത്ത് കൂടെയാണ് ഇവിടേക്കുള്ള യാത്ര. ചമ്പയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ബ്രഹ്മോർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. ബ്രഹ്മോർ എന്നുള്ള സ്ഥലത്തിന് പേര് വരാൻ ഇത് ലാസ്റ്റ് വില്ലേജാണ്. 13,000 അടി ഹൈറ്റിൽ വരുന്ന വില്ലേജാണ്. ഇവിടെ ഗ്രാമീണരുണ്ട്, കൃഷിയുണ്ട്, അത്യാവശ്യം ബേസിക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൊടും തണുപ്പാണ് ബ്രഹ്മോറിൽ. ബ്രഹ്മോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ സ്ഥലമാണ് ബ്രഹ്മോർ. ഈ മഹാമേരു പർവ്വതമൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് ബ്രഹ്മലോകം, പിന്നെ വായുദേവന്റെ ലോകം, അഗ്നിലോകം, അങ്ങനെയൊക്കെ എല്ലാ ലോകങ്ങളും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ബ്രഹ്മലോകത്തിന്റെ ഒരു ഭാഗമാണ് അത്രയും. ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ക്ഷേത്ര സമുച്ചയമുണ്ട്. ഇവിടുത്തെ ശിവ
വിഷ്ണു പാർവതി പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ യമരാജാവും ചിത്രഗുപ്തനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ചിത്രഗുപ്തൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുരാണങ്ങളിൽ നമ്മളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ സന്യാസിമാരാണ് അത് അതിന്റെ ഒരു നിഗൂഢത പറഞ്ഞു തന്നത്. അതായത് ചിത്രങ്ങളെ ഗുപ്തം ചെയ്ത് വച്ചിരിക്കുന്ന ആളാണ് ചിത്രഗുപ്തൻ. അപ്പൊ എല്ലാവരുടെയും ചിത്രങ്ങൾ ചിത്രഗുപ്തന്റെ മനസ്സിലുണ്ട്. അപ്പൊ പേര് വെട്ടാൻ റെഡിയായ ആളുടെ പേര് അവിടെ വെട്ടുക, യമരാജാവിന് സമർപ്പിക്കുക. ആ രൂപത്തിലാണ് അവിടെ പ്രതിഷ്ഠ കാണുന്നത്. ഈ വിദേശികളായ സഞ്ചാരികള് ഇതുപോലുള്ള പർവ്വതനിരകളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ പുരാണങ്ങളുടെയോ മിത്തിന്റെയോ പിൻബലം ഇല്ലാതെയാണല്ലോ അവരുടെ വരവ്. അതെ, അവര് ഈ ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത് വളരെ പ്രകടമായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഈ യാത്രയിൽ ചർച്ച ചെയ്തതാണ്. കാരണം മണിമഹേഷിലേക്കുള്ള യാത്ര ഇപ്പൊ സാധ്യമാവില്ല എന്ന് അവിടെയുള്ള ഇന്ത്യൻ മൗണ്ടനീറിംഗിന്റെ ആൾക്കാർ പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണത്. മൂവിങ് ഹിമാനികളാണ് അത്ര ഇവിടെ മുഴുവൻ, ചലിക്കുന്ന ഹിമാനികൾ. പിന്നെ കാറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായ രീതിയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ്, കുത്തനെ കിടക്കുന്ന കയറ്റങ്ങൾ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം അങ്ങോട്ട് വിടില്ല അവരൊന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്റർനാഷണൽ മൗണ്ടനീറിംഗ് ഫൗണ്ടേഷന്റെ 5 ഇംഗ്ലീഷുകാരോട് വന്നു. അവർ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മണിമഹേഷ് കൈലാസം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് ഏരിയ ആയിട്ട് ഈ മാപ്പിൽ അടയാളപ്പെടുത്തി അതിനുള്ള നടപടികൾ എടുക്കാനാണ് അവർ വന്നത്. ഇവരുടെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പൊ ഈ സംസാരത്തിന്റെ ഇടയിൽ ഈ പർവ്വതങ്ങളെ, ഹിമാലയ പർവ്വത നിരകള് അതർ ദാൻ ആൽപ്സിന്റെ അവിടെയും പർവ്വതങ്ങളുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞുകൂടി കിടക്കുന്ന പർവ്വതങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ ഒക്കെ അഭിപ്രായത്തില് ഹിമാലയത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേകത അനുഭവപ്പെടുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭൂതി, ഒരു ആക്ടിവേഷൻ മനസ്സിന് തന്നെ ഉണ്ടാവുന്നു. ഇവിടെ വന്നാൽ ഇവിടെ കുറെ കാലം ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് ആ മനസ്സ്. പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു മനസ്സാണ് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്നത് എന്നാണ് ഇംഗ്ലീഷുകാർ അവരുടെ അനുഭവം. അപ്പൊ ഈ 5 ഇംഗ്ലീഷുകാർ IMFന്റെ ആൾക്കാർ വന്നപ്പോൾ അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മണിമഹേഷിലേക്കുള്ള യാത്ര ചെയ്തത്. പക്ഷെ ഇത്ര ഡേഞ്ചറസോ ഇത്ര പ്രശ്നമുള്ള യാത്രയാവും എന്നുള്ള അറിയില്ലായിരുന്നു. ഹഡ്സർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ഏതാണ്ട് വാഹന ഗതാഗതം അവസാനിക്കുന്ന ഒരു പോയിന്റാണ്. അവിടെ നിന്നാണ് നമ്മൾ മണിമഹേഷിലേക്കുള്ള യാത്ര. അപ്പൊ ഇവര് ഇംഗ്ലീഷ് ടീം മുമ്പ് പോയി. അതിനുള്ള കൂലിക്കാര്, പിന്നെ പോർട്ടർമാർ, ഗൈഡുകള്, വെപ്പുകാര്, എല്ലാ സന്നാഹങ്ങളുണ്ട്. അതിന് അവര് പോയതിന് 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങളെ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ 5 പേരായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അവര് ഒരു വഴി ഉണ്ടാക്കണം, എന്തെങ്കിലും റൂട്ട് ഉണ്ടാക്കണല്ലോ അവിടെ എത്താൻ. അങ്ങനെയാണ് ആദ്യത്തെ ദിവസമൊക്കെ സാധാരണഗതിയിൽ ഗ്ലേഷ്യറിലൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഒരു 1/2 കിലോമീറ്റർ പോലും 1 മണിക്കൂർ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇത് ഗ്ലേഷ്യറുകൾ മുഴുവൻ ചലിച്ച് 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 മൂവ് ചെയ്ത് ഒരു വലിയ ചതിക്കുഴി മാതിരി ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ ഏരിയ മുഴുവൻ ഹിമാനി. ഇതില് ഇപ്പൊ ഒരു 70-80 ഇഞ്ച് വണ്ണുള്ള ദേവദാരു മരങ്ങളെയൊക്കെ ഇവര് കടപുഴകി വീഴ്ത്തി ചിന്ന ഭിന്നാക്കി പാറകളൊക്കെ പൊട്ടിച്ച് തകിടുപിടിയാക്കി. അങ്ങനെയാണ് ഈ ഹിമാനിയുടെ വരവ്. ചലിച്ചു വരേണ്ടത് റാവി നദിയുടെ തീരത്തിൽ കൂടെ ചലിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ യാത്ര മണിമഹേഷിലേക്ക് ചെയ്യുമ്പോൾ ഈ ഹിമാനിയുടെ മുകളിൽ കൂടെ വേണം നമുക്ക് കയറി കിടക്കാൻ. അഗാധമായ ഗർത്തങ്ങളുണ്ട്. ചലിക്കുന്ന ഈ ഹിമാനിയിൽ നിന്ന് ചിലപ്പോൾ സ്ലിപ്പാവാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ വ്യൂ, ഈ അവിടേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഹിമാനിയുടെ അപകടം മനസ്സിലാവില്ല. കാരണം നേരിയ തോതിൽ മണ്ണ് മുകളിൽ വീണ് കിടക്കുന്നുണ്ടാവും. പക്ഷെ അടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഹിമാനികളാണ്. എന്തായാലും ലാസ്റ്റ് ബട്ട് 1 ഫേസ് മണിമഹേഷിന്റെ എത്തുമ്പോൾ ഇംഗ്ലീഷുകാർ അവിടെ വെച്ചിട്ട് യാത്ര അവസാനിപ്പിച്ചു. ഇതിന് ഞങ്ങളോടും തിരിച്ചു പോരാൻ പറഞ്ഞു. കാരണം വളരെ കാലാവസ്ഥ അങ്ങനെ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക. ചീറിയടിക്കുന്ന കാറ്റും -15 ആയി തണുപ്പ്. ഹിമാലയത്തിലെ കാലാവസ്ഥ തികച്ചും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്രതീക്ഷിതമാണ്. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ അതിന് ഉദാഹരണമാണ് നെക്സ്റ്റ് പറയാൻ പോണത്. അതായത് ഈ പരിസ്ഥിതിയിൽ അവര് റിട്ടേൺ ചെയ്തു. പക്ഷെ ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഒരു 1/2 മണിക്കൂർ സമയം എടുത്തു. നോക്കിപ്പോഴേക്കും അന്തരീക്ഷം ആകെ മാറി. ബ്ലൂ മൂൺ ആകാശം, മഞ്ഞൊക്കെ പോയി, മഞ്ഞ് വീഴ്ചക്ക് നിന്നു, കാറ്റ് പോയി. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇനി മണിമഹേഷിന്റെ ലാസ്റ്റ് നിരപ്പിലേക്ക് 3 കിലോമീറ്റർ കുത്തനെ കയറ്റാണ്. കാരണം ഒത്ത മഞ്ഞാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, ഓക്കെ എന്നാ മുകളിലേക്ക് പോവാം.
അങ്ങനെയാണ് ഞങ്ങൾ ആ ദുഷ്കരമായിട്ടുള്ള ട്രക്കിംഗ് നടത്തി മുകളിലെത്തി. അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. അവിടെ ഒരു നൈറ്റ് കഴിച്ചു കൂട്ടുക, കൂടാരം വെച്ച്. പക്ഷെ 9 മണിക്കായപ്പോഴേക്കും കാലാവസ്ഥ വീണ്ടും പ്രശ്നമായി. ആളെ തന്നെ പറപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാറ്റുകൾ. ഈ യാത്രകൾക്കൊക്കെ വളരെ നിശ്ചിതമായ വഴിയുണ്ടോ? ഇല്ല. ഇവിടേക്കൊക്കെ വഴികൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര കിലോമീറ്റർ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ യാക്കുകളെയോ അല്ലെങ്കിൽ കോവർക്കളെയോ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഒരു പരിധി വരെ കൊണ്ടുപോകാം. അത് നമ്മൾക്ക് ഈ ടെന്റ്, സാധനങ്ങള്, പാത്രങ്ങൾ ഇതൊക്കെ എത്തിക്കണല്ലോ. അപ്പൊ ഫ്രം ക്യാമ്പ് ടു ക്യാമ്പ് ഇതൊക്കെ എത്തിക്കുക, പിന്നെ നെക്സ്റ്റ് ക്യാമ്പിലേക്ക് എത്തിക്കുക. പക്ഷെ ഈ മണിമഹേഷിലേക്കുള്ള ആദ്യത്തെ ദിവസം മാത്രമേ ഈ കഴുത ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2-3 ദിവസങ്ങളിലെ യാത്ര ഇതൊക്കെ നമ്മുടെ പോർട്ടേഴ്സ് ചുവന്ന് കൊണ്ടുപോകാനുണ്ടായിരുന്നു. പല യാത്രകളിലും ഇത്തരം സാധ്യതകൾ ഉണ്ടാവില്ല, കാരണം ആക്സസിബിലിറ്റി ഇല്ല. ഈ യാത്രികർക്ക് കൂട്ടായിട്ട് ഒരുപാട് പോർട്ടർമാരുടെ കാര്യം പറയല്ലോ, ഒരുപാട് ഷെർപ്പകളും ഒക്കെ വരുന്നുണ്ടല്ലോ. എത്രയോ സഞ്ചാരികളുടെ കൂടെ ഇങ്ങനെ പലതവണ ഈ ഹിമാലയ താഴ്വരകളിലും ഹിമാലയത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്കും പലർക്കും സഹായമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടോ? ഈ പൗരാണികമായ കൽപ്പനകളോ വിശ്വാസങ്ങളോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ ഷെർപ്പിയും ഈ വിശ്വാസത്തിൽ അടിയുറച്ചിട്ടാണ് വളർന്നു വലുതാവുന്നത്. ഓരോ കൂലിക്കാരനും അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഗ്രഹപാഠങ്ങളില് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ നിറഞ്ഞു. ഇപ്പൊ ഈ ഹിമാചൽ പ്രദേശിലെ ഹിമാലയൻ റേഞ്ചിൽ ഞാൻ പോയ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് സതി, പരമശിവൻ, യുഗണ്. അവരുടെ ആരാധനയും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ കൊച്ചു പ്രായത്തിലെ ഇങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുമ്പോഴാണ് ഇവർക്ക് ഇതിൽ താല്പര്യം വരുന്നത്. അതല്ല, ഇനി ചെറിയൊരു വിഭാഗം വേറെയുണ്ട്. കുറച്ച് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നഗരങ്ങളിലേക്ക് പോയി അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞല്ലോ, കുടി ഗ്രാമം, മനാഗ്രാമം, അവിടെയൊക്കെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് തന്നെ ദിവസം 10 കിലോമീറ്റർ ടു ആൻഡ് ഫ്രോ നടക്കണം. അപ്പൊ കാലത്ത് 5 മണിക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കുട്ടികൾ എഴുന്നേറ്റ് നടന്ന് 10 കിലോമീറ്റർ നടന്ന് സ്കൂളിലെത്തുന്നു. അപ്പോൾ ചെങ്കുത്തായ ഇറക്കങ്ങളാണല്ലോ ഇറങ്ങി വരണത്. അത് കഴിഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 10 കിലോമീറ്റർ റിട്ടേണിന് പോകുന്നു. ഇത് 7ാം ക്ലാസ് വരെയുള്ള സ്ഥിതിയാണ്. SSLC വരെയുള്ള സ്ഥിതിയിലേക്ക് 10ാം തരം വരെയുള്ള സ്ഥിതിയാണെങ്കിൽ ഈ കിലോമീറ്റർ ഇനിയും കൂടും. അത് വേറെ സ്ഥലത്തേ ഉള്ളൂ. കോളേജ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴോ ഈ പോക്കുവരവ് തീർത്തും അസാധ്യമാണ്.